ഗൈസ് പറയുക ഗോജോ എക്സ്പ്ലോറൻസ്. നമ്മൾ വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. എപ്പിസോഡ് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീടുണ്ടാക്കണം. ഇന്നത്തെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വീടുണ്ടാക്കലാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോസ് ഇടാം, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് വീഡിയോ കാണാൻ ബെല്ലിലേക്ക് കൂടി നന്ദിച്ചമർത്തി പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ മെയിൻ ഗോൾ ഇതാണ്. അപ്പോൾ നമ്മളെ മീനുകുട്ടി അല്ല ഇങ്ങനത്തെ കുട്ടി ഉണ്ട് നമ്മുടെ കൂടെ. ഇനി നമുക്ക് ബെഡ് ഉണ്ടാക്കാമല്ലോ. 1 2 3 പൂളായി ഈ മോനെ. ഇനി നമുക്ക് കിടന്നുറങ്ങാം. ആദ്യം ബ്ലൂ ഡൈ ഉണ്ടാക്കാം നമുക്ക്. 1 2 3 ഇതൊട്ട് മാറ്റി ഇവിടെ. ഓക്കെ, ഇനി നമുക്ക് ബ്ലൂ ഇതുണ്ടാക്കാം. ബ്ലൂ വൂൾ എന്നിട്ട് ബ്ലൂ ബെഡ് ഉണ്ടാക്കാം നമുക്ക്. ആ മോനെ സീൻ തന്നെ ഒരു രക്ഷയില്ല. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്തില്ല. പല വലിയ പണിയൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പറ്റിയൊരു മെഡിവൽ ടൈപ്പ് ബിൽഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നതാണ്. വീഡിയോ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ ആൻഡ് ഒന്നുമില്ല നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ട്. അപ്പോൾ എന്തൊക്കെ പറയേണ്ടത് നമുക്ക് തന്നെ അറിയില്ല എന്തൊക്കെ പറയേണ്ടത്. അപ്പോൾ അങ്ങനെ ബെഡ് കിട്ടിൻ്റെ റീസ്പോൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ എൻ്റെ പരിപാടി വീടുണ്ടാക്കുക. അപ്പോൾ അതിൻ്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ റിസോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി മരമൊക്കെ വെട്ടണം. അങ്ങനെ കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും നൈറ്റായി നമ്മൾ മരം വെട്ടാമെന്നാണ് കേൾക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ കിടന്ന് രാവിലെ ആക്കിയിട്ട് നമുക്ക് ഈ വീട് ഇവിടുന്ന് പൊളിക്കണം. അപ്പോൾ ഒരു ചെറിയ ട്രാൻസാക്ഷൻ കാണിച്ചുതരാം. വാട്ട് എ ട്രാൻസാക്ഷൻ അത് കാണില്ല. ആ വീട് പോയി. ഇതാണ് നമ്മളെ ഒരു ഔട്ട്ലൈൻ. ഫുള്ളാക്കി കാണാം. അപ്പോൾ അപ്പോൾ നൈറ്റും കാര്യങ്ങളും അതിൻ്റെ അപ്പോൾ ഞാൻ ചത്ത. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നാണ്. അപ്പോഴത്തേനും ഞാൻ ചത്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ പോയി തോന്നുന്നു ഗൈസ്. അത് കാരണം ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ പോയി വന്നു. എവിടെ എൻ്റെ വീട്? ഇവൻ്റെ കണ്ണു കാണാൻ രാത്രി കാണുമ്പോൾ പേടിയാവും. ചേട്ടാ നമ്മുടെ വീട് അതില്ലേ? അതോ ഇതല്ലല്ലോ. ഇതന്നല്ലേ കണ്ണും കാണാനില്ല. സാധനങ്ങൾ കൂടെ ഉണ്ട്. ഭാഗ്യം ഒരു ഡീസ്പണൊക്കെ ഉണ്ട്. നമ്മളെ ഇൻറ്റക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പം സാധനങ്ങൾ കളക്ട് ചെയ്യണം. ഞാൻ പ്രത്യേകിച്ച് പേടിച്ചത് വുഡിൻ്റെ കാര്യത്തിലാണ്. വുഡ് കുറേ കഷ്ടപ്പെട്ട് മൈൻഡ് ചെയ്താണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ കാണിക്കുള്ളൂ. ഇപ്പോൾ സ്ലീപ്പിങ് ആയിട്ടുണ്ട്. അങ്ങനെ ഡേ 3 ആയിട്ടും കിട്ടും. നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കണം. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. ഓക്കെ, കിടന്നുറങ്ങിയിട്ടുണ്ട്. ഈ പണ്ടാറത് നമ്മുടെ അടുത്ത് വരും. ഇതിനൊക്കെ ഇല്ല. സോഡ് എടുക്കുക. സോഡ് എടുത്തോട്ടെ. അതിനിടെ വീട് നോക്കി കത്തിപ്പോടപ്പം. ഓക്കെ, കത്തിട്ടുണ്ട്. ഇവനെ കൂടി തോറ്റല്ലോ. എന്നെക്കാണ്ട് ശരി. അതെന്ത് ചാവ് ദേഷ്യം പോയാ എന്ത് ബ്ലോക്ക് ഇട്ട് പോണോ പട്ടി. ഇവനെ അല്ലെങ്കിൽ വലിപ്പില്ല, ഫുഡും ഇല്ല. അതിനോടൊക്കെ ഇവനെ കൊല്ലാന്നോ എനിക്ക്. ഇവനെ അങ്ങനെ നമുക്ക് തീർക്കാം. എന്തായാലും നമുക്ക് കൊല്ലാം. നമ്മളെ വെള്ളം ട്രാഫിക്സ്. വെള്ളത്തിൽ അവനൊന്നും കട്ടാൻ പറ്റില്ല. അവനെ കൊന്ന എൻ്റർപ്രൈസെല്ലാം കിട്ടില്ല. പക്ഷേ ഗ്രാസ് ഡേറ്റെല്ലാം കിട്ടി. എന്തായാലും കുഴപ്പമില്ല. ബാക്കി ചെയ്യട്ടെ. എന്തായാലും ബാക്കി ചെയ്തിട്ട് നമുക്ക് കുറേ കാണാം. അതിനിടയ്ക്ക് മഴയും പെയ്ത്. അപ്പോഴാണ് ഞാൻ പിന്നെ കണ്ടത്. ഒരു ട്രേഡ് എൻ്റെ വല്ലതും കൊണ്ടാ നോക്കട്ടെ. ട്രേഡ് കിട്ടുന്നില്ലല്ലോ. ട്രേഡ് നോക്കി. അയ്യോ, ഒന്നും ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങളാണ്. എന്തായാലും കൊല്ല. അങ്ങനെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലഡും കിട്ടിയിട്ട് കഴിഞ്ഞ് ഉറങ്ങാനുള്ള ടൈമായി. ഡേ ടു ഡേ ആണ് ഇപ്പോൾ കാണിക്കുന്നത്.
ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഒരു 1 2 3 സ്റ്റാർട്ട്. കണ്ടതാണ്. ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ കുക്കിങ്ങും ഇതൊക്കെ ഉള്ള സ്ഥലം. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിങ്, പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മേടക്കുള്ളത് ബെഡ്റൂം, അല്ലെങ്കിൽ നമ്മുടെ കിടക്കണ റൂം എന്നൊക്കെ പറയാം. അപ്പോൾ ഇനി ഇവിടെ മറ്റേ നമ്മുടെ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരണം. കുറച്ചും കൂടിയും പണിയാണ്ട്, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ തൽക്കാലത്തിന് ഇതാണ് നമ്മുടെ ബാൽക്കണി. തൽക്കാലത്തിന് ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് ഭാവിയിൽ സെറ്റ് ചെയ്യാം. ഭാവിയിൽ നമുക്ക് ഇതിനായിട്ട് അടിപൊളി ഉണ്ടാക്കാം. ഇപ്പോൾ റിസോഴ്സൊക്കെ കുറവല്ലേ, അപ്പോൾ ഉള്ള റിസോഴ്സ് വെച്ച് ഉണ്ടാക്കിയതാണ്. രസമുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ട് എന്തായാലും ഒന്ന് വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോ കാണിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് അടിക്കുക. അപ്പോൾ ഈ സ്പൈഡർ തേങ്ങ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം, സെറ്റാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ. നമ്മുടെ നീനുകുട്ടി ഇതാ. നീനുകുട്ടീനും ഇന്നത്തെ കുട്ടീനും ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് എന്ന രീതിയിൽ ഉണ്ടാക്കിയാണ്. ഇപ്പോൾ നമ്മുടെ ഹിന്നത്തെ കുട്ടിയോടൊപ്പം ഇത് ഗോജ് വെച്ച് കുറച്ചാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കണം. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്, ലവ് യു, ടാറ്റാ.